എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ യുവതിക്ക് മരുന്ന് മാറി നൽകിയെന്ന് പരാതി. 61-കാരിയായ ലതികയുടെ എക്സ്റേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ത്രീക്ക് മരുന്ന് നൽകിയെന്നാണ് പരാതി. തിരക്കിനിടയിൽ എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയെന്ന് റേഡിയോളജിസ്റ്റ് പറഞ്ഞതായി കളമശ്ശേരി സ്വദേശി അനാമിക പറയുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എനിക്ക് നടുവേദനയും ഭയങ്കര കാലുവേദനയൊക്കെ ആയിട്ട് ഡോക്ടറെ കണ്ടായിരുന്നു. OP-യിൽ ഓർത്തോയിലാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു എക്സ്റേ എടുക്കണം എന്ന് ആദ്യം പറഞ്ഞു. ഞാൻ പോയി എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തിട്ട് എൻ്റെ പേരെഴുതിയ കവർ അവരെന്നെ വിളിച്ചു തന്നു. ഞാൻ അതും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറാണെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഡിസ്കിന് ബൾജ് ഉണ്ട്, അപ്പം 2 വീക്സ് ബെഡ് റെസ്റ്റ് എടുക്കണം, സ്റ്റെയർ കയറരുത്, പിന്നെ വെയിറ്റ് എടുക്കരുതെന്നൊക്കെയാണ് പറഞ്ഞത്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് 3 മെഡിസിനും തന്നായിരുന്നു. മെഡിസിൻ വാങ്ങി ഒരെണ്ണം പുറത്തേക്ക് എഴുതി തന്നെ. അപ്പോൾ ഞാൻ സാധാരണ ഈ എക്സ്റേ ഒന്നും അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാറില്ല. പക്ഷെ ഇന്നലെ എന്തോ എൻ്റെ ഒരു ഇതിൽ ഞാനതൊന്ന് ചെക്ക് ചെയ്തു. അത് എടുത്ത് നോക്കുമ്പം പേര് കാണിക്കുന്നത് ലതിക എന്നാണ്. ലതിക 61 വയസ്സാണ് കാണിക്കുന്നത്. പക്ഷെ പുറത്തെ കവറിലെ പേര് എൻ്റെയോ ആണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? പറയൂ. ഗുരുതര അനാസ്ഥയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ കളമശ്ശേരി സ്വദേശിയായ അനാമിക കടുത്ത നടുവേദനയും കാലുവേദനയും തുടർന്നാണ് 12-ാം തീയതി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തുന്നത്. അവരോട് ആ ഘട്ടത്തിൽ തന്നെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അവർ OP-യിൽ പൈസ അടച്ച ശേഷം എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി എത്തുന്നു. അങ്ങോട്ടേക്ക് അവരുടെ പേര് പുറത്ത് കവർ ലെറ്റർ എഴുതിയ ഒരു എക്സ്റേ റിപ്പോർട്ട് ഡോക്ടർക്ക് നൽകുന്നു. ഡോക്ടർ എക്സ്റേ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അവരോട് പറയുകയാണ്, നിങ്ങളുടെ നടുവിന് ബൾജുണ്ട്, 2.5 ആഴ്ചത്തോളം റെസ്റ്റ് എടുക്കണം, ചില മരുന്നുകളും എഴുതി നൽകി. അവർ ആ മരുന്ന് വാങ്ങി നേരെ വീട്ടിലേക്ക് എത്തുന്നു. മരുന്ന് കഴിക്കാൻ നേരത്ത് ഈ എക്സ്റേ റിപ്പോർട്ട് സാധാരണഗതിയിൽ പരിശോധിക്കാറില്ല. പക്ഷേ അത് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഇത് തൻ്റെ എക്സ്റേ റിപ്പോർട്ടല്ല, 61 വയസ്സുള്ള ലതിക എന്ന് പറയുന്ന സ്ത്രീയുടെ എക്സ്റേ റിപ്പോർട്ടാണ് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നത്, അനാമികക്ക് മനസ്സിലാകുന്നത്. അവർക്ക് എഴുതി നൽകിയ മരുന്നാണ് തൻ്റെ പേരിലേക്ക് മാറ്റി എഴുതി നൽകിയിരിക്കുന്നതെന്നും അനാമിക കണ്ടെത്തി. തുടർന്ന് ഇന്നലെയോടുകൂടി അവർ പരാതിയുമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തി സൂപ്രണ്ടിനെ അടക്കം കണ്ടിരുന്നു. ഈ റേഡിയോളജിസ്റ്റിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ റേഡിയോളജിസ്റ്റ് പറഞ്ഞത് തിരക്കിനിടയിൽ മാറിപ്പോയി എന്നൊരു ന്യായം അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണം നൽകി ഒഴിഞ്ഞു എന്നാണ് അനാമിക നമ്മളോട് പറഞ്ഞത്. ഇതിന് ആരോഗ്യമന്ത്രിക്കും പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ അനാസ്ഥ എന്ന രീതിയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കാണുന്നതിൽ പ്രധാനപ്പെട്ട വിഷയം നിലനിൽക്കുന്നത് അനാമിക ഈ എക്സ്റേ റിപ്പോർട്ട് പരിശോധിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് ആ ഗുളിക അല്ലെങ്കിൽ ആ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന്. അത് ഹൈഡോസ് മരുന്നായിരുന്നു, അതായത് 61 വയസ്സുള്ള ഒരാൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നായിരുന്നു. അനാമികയ്ക്കാകട്ടെ ഇന്നലെ ഈ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അവർ അനാമികയുടെ ഒറിജിനൽ എക്സ്റേ റിപ്പോർട്ട് പരിശോധിച്ച് ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയും അവരുടെ അസുഖം ഒരു പരിധിവരെ മാറുകയും ചെയ്തു. അത്തരത്തിൽ പെട്ടെന്ന് മാറാവുന്ന അസുഖമുള്ള ആൾക്കാണ് 2 ആഴ്ചത്തെ ബെഡ് റെസ്റ്റും നടുവിന് ബൾജുണ്ട് എന്നെല്ലാം പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടയച്ചത്. ഗുരുതരമായ ഒരു വീഴ്ച ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുണ്ടായി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി നമ്മൾ ബന്ധപ്പെട്ടു. വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.